കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കണമെന്ന നിയമ ചികിത്സാ സമിതി. ഹർഷിനയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും ക്രൗഡ് ഫണ്ടിംഗ് നടത്തുമെന്നും സമിതി ചെയർമാൻ പറഞ്ഞു. ഒപ്പം എന്ന് പറഞ്ഞ സർക്കാർ കൂടെയില്ല എന്നും ചികിത്സാ സമിതി വിമർശിച്ചു. അവർ വലിയ ശാരീരിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാണിച്ച ആശുപത്രിയിലുള്ള ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് അവർക്ക് ചികിത്സ വേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഒരു സർജറി അവർക്ക് നടത്തേണ്ടതുണ്ട്. സർക്കാർ ഹർഷിനയെ സഹായിക്കും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സഭയ്ക്കകത്തും പുറത്തും മന്ത്രി ആവർത്തിച്ചു പറഞ്ഞതാണ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞതാണ്. സർക്കാർ അവരെ സഹായിക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അവരെ സഹായിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന് സമരസമിതി ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടത്തിനുമായിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന് ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. AK അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ നാട്ടുകാരുടെ കൂട്ടായ്മയാണോ ഈ നിയമ സഹായ സമിതി? സ്മൃതി, ഹർഷിനയുടെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുകയാണ്. അവർക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വരികയാണ്. 11-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 11-ാം തീയതി ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഹർഷിനയ്ക്ക് ആശുപത്രിയിൽ എത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഹർഷിനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിംഗ് നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് നേരത്തെ ഹർഷിനയ്ക്ക് നിയമസഹായം നൽകിയിരുന്ന സമിതി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ നിയമസഹായവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആരോഗ്യപരമായുള്ള കാര്യങ്ങൾക്കുള്ള സഹായവും തേടിക്കൊണ്ട് അവർ 15-ാം തീയതി രംഗത്ത് വരികയും ചെയ്യുന്നു. ക്രൗഡ് ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അതോടൊപ്പം തന്നെ അവർ ആരോപിക്കുന്നത് സർക്കാർ ഒപ്പമുണ്ടെന്ന് നേരത്തെ ഹർഷിനയോട് പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാർ ഈ ഘട്ടത്തിൽ പോലും ഹർഷിനയ്ക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. നേരത്തെ കത്രിക ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ചില വളർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ അതിഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഹർഷിന പോകുമ്പോൾ പോലും സർക്കാർ ഒരു കരുതലുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ആരോപണമാണ് ഏതായാലും ഇപ്പോൾ സമരസമിതിയുടെ ഭാഗത്തും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ ഹർഷിനയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഹർഷിനയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കുട്ടികളെ നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നേരത്തെ ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് 6 വർഷത്തോളം ചികിത്സ നടത്തി. പക്ഷേ ആരുടെ മുന്നിലും കൈനീട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുമാന മാർഗങ്ങളൊക്കെ നിലച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ വരുന്നത്. അത് ഞങ്ങളുടെ ഒരു പോരായ്മയായി തന്നെ കാണുക കൂടി ചെയ്യുന്നു എന്ന് കൂടി പറയുന്നു. അതായത് വളരെ ഗുരുതരമായി സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ ഗുരുതരമായ സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹർഷിന നിയമസഹായത്തിനൊപ്പം ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം കൂടി പൊതുജനങ്ങളിൽ നിന്ന് തേടുന്നത്. 15-ാം തീയതി കോഴിക്കോട് കിഡ്സ് കോർണറിലായിരിക്കും ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം തേടുന്നത് തുടക്കം കുറിക്കുക എന്നാണ് ഇപ്പോൾ സമരസമിതി പറയുകയും ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.